ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് വോൾസ്വാഗൻ വെൻഡോ കേട്ടോ. വെൻഡോ ഡീസലാണ്, 4 സിലിണ്ടർ ഡീസൽ. കസ്റ്റമർ കംപ്ലയിൻറ്റ് ഓയിൽ ലീക്കും പിന്നെ ഈ ബോണറ്റ് അടച്ചു കഴിഞ്ഞാലും ചെറിയൊരു സ്മോക്കും കാണുന്നുണ്ട് ആ ഒരു ഭാഗത്തുനിന്ന്. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നേരെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻജിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അയച്ചു നോക്കിയപ്പോൾ വാൽക്കവറിൻ്റെ പാക്കിംഗ് ഉണ്ടല്ലോ, അവിടെ ഓയിലിൻ്റെ മയം കാണുന്നുണ്ട്. വലുതായിട്ട് ഓയിലൊന്നുമില്ല, പക്ഷേ ചെറിയൊരു ഓയിലിൻ്റെ മയം കാണുന്നുണ്ട് ഈ വാൽക്കറിൻ്റെ ഭാഗത്തുണ്ടോ. ഈ ഭാഗത്ത് ഓയിലിങ്ങനെ സ്പ്രെഡായി കിടക്കണത് കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തു. വാൽക്കറിൻ്റെ ഭാഗത്തൊന്നുമല്ല ലീക്ക്. ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് നമ്മളെ PCV വാൽവ് ഉണ്ടല്ലോ, അതിൻ്റെ ആ പൈപ്പ് ഉണ്ടല്ലോ, ആ ബ്ലാക്ക് പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിൻ്റെ അവിടെ നിന്നാണ് ലീക്ക് കാണിക്കുന്നത്. അപ്പോൾ നോക്കിയ സമയത്ത് ആ പൈപ്പിനൊരു ഹോള് കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് ഓയിൽ തെറിക്കുന്നത് കേട്ടോ. ഓയിൽ തെറിച്ചതിൽ കൂടെ ചെറിയ സ്മോക്ക് ഉണ്ടായിരിക്കും. എയർഫിലിൻ്റെ ഉള്ളിലേക്ക് വണ്ടീൻ്റെ ക്രാങ്ക് കേസിൻ്റെ ഉള്ളിലത്തെ സ്മോക്ക് ഉണ്ടല്ലോ, കാർബണിൻ്റെ ആ സ്മോക്ക്, അത് നേരെ എയർഫിലിലേക്ക് കയറി പിന്നെയും കത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ PCV വാൽവിൻ്റെ ആ പൈപ്പാണ് കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. ആ ഒരു ഹോൾ വന്നിട്ടുണ്ട്, അതിൽ കൂടെയാണ് ഓയിൽ ലീക്കും ആ സ്മോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മാറണം. ആ പൈപ്പിന് മാറിക്കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് ഓക്കെ കേട്ടോ. ആ പൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസം 3 ദിവസമൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. അല്ലാതെങ്കിൽ പൊടിയിൽ നിന്ന് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ട് അത് മാറണം. അപ്പോൾ ആ സാധനം കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഓവറായിട്ട് സ്മോക്ക് വരും കേട്ടോ, കാർബണിൻ്റെ സ്മോക്ക് വരും. അപ്പോൾ പുതിയ പൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പ് അയച്ചിരിക്കണം, പഴയ പൈപ്പ് അയച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അയക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രസ്സിങ് കേട്ടോ ആ പൈപ്പിന്. ഞാൻ കാണിച്ചു തരാം, പുതിയ പൈപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രസ്സിങ് ഇതുണ്ടോ, ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തായി. ആ പ്രസ് ചെയ്തിട്ട് നേരെ വലിച്ചെടുത്താൽ പറ്റും. അതാണ് അതിൻ്റെ ലോക്ക്. 2 സൈഡും ഒരേപോലെ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, വലിച്ചെടുക്കുക, നേരെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ പഴയ പൈപ്പ്. അതിൻ്റെ ഹോളിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസുലേഷൻ വെച്ച് അടച്ചിട്ടാണ്.